ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് അമ്മമ്മേൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഈ വീട് ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. ഇത് വിഷുവിന് മുന്നേ നമ്മൾ ഹൗസ് വാമിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആ സമയത്ത് നല്ല ഡേറ്റ് കിട്ടാത്ത കാരണം പിന്നെ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്തു. പിന്നെ അന്ന് രാവിലെ നേരത്തെ ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മയും അവരൊക്കെ കുറച്ച് നേരത്തെ 5:45 അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് കുളിച്ച് റെഡി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു 6:30 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടാവുക. അപ്പം തന്നെ ഏകദേശമൊക്കെ ഗണപതി ഹോമം കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് പ്രസാദമൊക്കെ തന്നു. കുറിയൊക്കെ ഉണ്ടായിരുന്നു, കുറിയൊക്കെ തൊട്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അമ്മ എന്താ സെറ്റ് സാരി എടുക്കാത്തതെന്നാണ് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ. അമ്മ സാരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ എടുക്കാനുള്ളൊരു മടി കാരണം എടുത്തില്ല. പിന്നെ ഒന്നാമത് ഭയങ്കര ചൂടുമല്ലേ, ആ കാരണം എടുത്തില്ല. ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ രാവിലെ നീറ്റിട്ട് എടുക്കാനുള്ളൊരു മടി കാരണം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് വലിയൊരു ഫംഗ്ഷനൊന്നും നടന്നില്ല കേട്ടോ നടത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10-20 മാക്സിമം ഒരു 30 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അമ്മമ്മയുടെ റിലേറ്റീവ്സും പിന്നെ അമ്മമ്മയുടെ അടുത്ത് ഉള്ള കുറച്ച് പേരും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫംഗ്ഷൻ്റെ കാര്യം പറയാനാണെന്ന് വെച്ചാൽ എല്ലാം നല്ല രീതിയിൽ നടന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാം നല്ലപോലെ നടന്നു. ഹായ് പിന്നെ അത് അവരിങ്ങനെ പറക്കെ വെക്കാനുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 8:30-8:45 കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി അങ്ങനെയൊക്കെ ഇറന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഓക്കെ. അങ്ങനെ ഇതാ നമ്മുടെ പാലുകാച്ചിലൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. 9:30 സമയത്തായിരുന്നു കേട്ടോ പാലുകാച്ചലിൻ്റെ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വലൊക്കെ വെച്ചിട്ട് 9:30 ആകുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അങ്ങനെ പാല് കാച്ചി. എന്നിട്ട് ആ സെയിം പാലിൽ തന്നെ നമ്മൾ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ പായസം ഫസ്റ്റ് നമ്മൾ ദൈവത്തിന് ഇങ്ങനെ നേദിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും പായസമൊക്കെ കുടിച്ചു. അമ്മമ്മയുടെ അനിയനായിരുന്നു കേട്ടോ അത് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയായപ്പോൾ സദ്യ വന്നിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ കഴിച്ചു. അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു അടിപൊളി സദ്യ ആയിരുന്നു. ആക്ഷൻ വരട്ടെ. സൂപ്പർ എവിടെയോട്ടോ പൊട്ടിച്ചിട്ട് അയ്യോ തെറിക്കോ അടക്കോ കത്തിയൊന്നും. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ താരച്ചേച്ചിൻ്റെ വീട്ടിൽ പോയി. അവിടെ എത്തിയിട്ട് പിന്നെ മേലൊക്കെ കഴുകിട്ടോ. ഭയങ്കര ചൂടായിരുന്നു. മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി. ആ സമയം കൊണ്ട് എനിക്കൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതിന് ഷോർട്സ് ആയിട്ടും പിന്നെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ അപ്ലോഡ് ചെയ്തു. 4 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ കളിച്ചിരുന്നപ്പോൾ എനിക്ക് ഒരു ഉറക്കമൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ 5 മണിക്ക് പാടത്തൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഒരു 4:30-4:45 വരെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ ഫോണിൽ കളിച്ചിട്ടേക്ക് ഉറക്കം വന്നപ്പോൾ ഞാനങ്ങനെ കടന്നു.
അങ്ങനെ കിടന്നിട്ട് പിന്നെ അനിയത്തിയും അമ്മയും അവരൊക്കെ പാടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പോയി തിരിച്ച് വന്നു. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നീറ്റു കുറച്ച് നേരം പിന്നെയും അമ്മമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അമ്മമ്മ ആ സമയത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഒന്നുകൂടി സദ്യ സെക്കൻഡ് ട്രിപ്പായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.